മക്കളെ എല്ലാവർക്കും സുഖമല്ലേ? മക്കളിക്ക് സുഖം കേട്ടോ. നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ സ്പെഷ്യൽ എന്താ നോക്കാമേ? വാ മക്കളെ എല്ലാരും. ഞങ്ങൾ ഇങ്ങനെ പാറി പറന്ന് നടക്കും. ഞങ്ങളെ ആരും പിടിച്ചു വെക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ അതാണ്. ആരാണ് ഈ പാറി പറന്നെന്നൊക്കെ നമുക്ക് നോക്കാം. ഇന്നത്തെ മക്കളുടെ വിശേഷം ഹാലോവിൻ ഡേയെ പറ്റിയാണ് കേട്ടോ. ഹാലോവിൻ ഡേ കഴിഞ്ഞു മക്കളെ. എന്നാലും ഞാൻ പോയി കണ്ട സംഭവങ്ങളൊക്കെ നിങ്ങളെ എല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാ കേട്ടോ. നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. മഴയായിരുന്നു കേട്ടോ, ചെറിയ തണുപ്പുമായിരുന്നു. അപ്പോൾ പോകുന്നില്ലെന്ന് ഞങ്ങൾ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഒടുവിൽ കുറച്ച് കഴിഞ്ഞോണ്ട് ശരി കുഴപ്പമില്ല, ഈ പ്രാവശ്യം നമുക്കൊരു വേറെ വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും ഞങ്ങൾ നടന്നാണ് പോകുന്നത്. ഈ പ്രാവശ്യം ഞങ്ങൾ കാറിലാണ് പോയത്. കാറിൽ പോയി ഓരോ വീടുകളുടെ മുമ്പിൽ പോയി വണ്ടി നിർത്തും, ഞങ്ങൾ ഇറങ്ങി കണ്ടിട്ട് വരും. ഇങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഹാലോവിൻ ഡേ പോക്കായിരുന്നു. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. കാരണം മഴ കൊണ്ട് ഉള്ള നനഞ്ഞ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ ഇല്ലെങ്കിൽ തണുപ്പ് കൊണ്ടുള്ള ബുദ്ധിമുട്ടോ ഒന്നും വന്നിട്ടില്ല ഞങ്ങൾക്ക് കേട്ടോ. അതുകൊണ്ട് ഈസി ആയിട്ട് പോയി തിരിച്ചു വന്നു. നല്ല ഭംഗിയായിട്ട് എല്ലാം കാണാനും പറ്റി. കാരണം നടന്നു പോവാണെങ്കിൽ നമുക്കറിയാമല്ലോ, മഴ നനഞ്ഞു പോകുമ്പോൾ അത് അറിയണം. നമുക്കത് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിള്ളേരെ കൊണ്ടൊക്കെ പോകുന്നത്. ഇഷ്ടംപോലെ എല്ലാം കണ്ടിട്ട് വന്നു. ചോക്ലേറ്റ് ഇഷ്ടം പോലെ കിട്ടി. എല്ലാം കൊണ്ടുവന്ന് അവിടെ വെച്ചു. ഈ ചോക്ലേറ്റ് എല്ലാം കൂടെ ഒന്നിച്ച് പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുമോ? അയ്യോ, അതുകൊണ്ട് അപ്പോഴേ എടുത്തത് ഞങ്ങളങ്ങ് മാറ്റി. ചിലത് നമ്മുടെ പിള്ളേർ കഴിക്കാത്തതുകൊണ്ട് നമ്മുടെ പിള്ളേർ കഴിക്കുന്നത് മാത്രം എടുത്തിട്ട് ബാക്കി അവിടെ വെച്ചിട്ടുണ്ട്. അത് ഇഷ്ടമുള്ള പിള്ളേർ ആരെങ്കിലും വരുമ്പം കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കാം. അങ്ങനെ എടുത്തു വെച്ചു. എന്നാലും എല്ലാവരും അത് ചിലവ് ചെയ്യാൻ ആർക്കും ഒരു മടിയില്ല കേട്ടോ. അപ്പോൾ ഈ പറയുന്ന പോലെ നമുക്ക് ചുമ്മാ എന്തിനായി വരുന്നവർക്കെല്ലാം ഈ ചോക്ലേറ്റ് ഇങ്ങനെ കൊടുക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കും. പക്ഷേ അതൊന്നുമില്ല, ഇവരെല്ലാവരും അതിനുവേണ്ടി കൊടുക്കാൻ തയ്യാറാണ്. ഇതിനു വേണ്ടി പൈസ ചിലവാക്കാൻ ആൾക്കാർക്ക് ഒരു മടിയുമില്ല കേട്ടോ. ഇതൊക്കെ ഭയങ്കര വിലയുള്ള സംഭവങ്ങളാണ് കേട്ടോ. പക്ഷേ അതിനൊന്നും ഇവർക്കാർക്ക് മടിയില്ല. ലൈറ്റ് സെറ്റിംഗ് ആണെങ്കിൽ പോട്ടെ, ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വാങ്ങിച്ച് കൂട്ടി ഇതിങ്ങനെ സെറ്റ് ചെയ്ത് അത് ലൈനെല്ലാം കൊടുക്കും. എന്ത് പ്രയാസമാണെന്നറിയാമോ? എന്നാലും എല്ലാ വീടുകളിലും ചെയ്യും കേട്ടോ. നമ്മുടെ ആൾക്കാരും ചെയ്യത്തില്ല. നോർത്ത് ഇന്ത്യൻസും കുറച്ച് പേരൊക്കെ ചെയ്യുന്നവരുണ്ട്. ഇവിടുത്തുകാരാണ് കൂടുതലും ചെയ്യുന്നത്. ഓരോ വീടിന്റെയും കതവ് തട്ടി ഓരോ വീടുകളിൽ പോകുമ്പോഴേ കൊട്ടറി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കണ്ടില്ലയോ? ഒരു രക്ഷയുമില്ല കേട്ടോ. എന്തെല്ലാം വെറൈറ്റികളാണെന്ന് അറിയാം വെച്ചിരിക്കുന്ന അറിയാമോ? മനുഷ്യരൂപങ്ങളും സ്കെൽറ്റനുകളും മത്തങ്ങായും കൊണ്ടുള്ള വെറൈറ്റികൾ പറയുകയേ വേണ്ട. ഇഷ്ടം പോലെ പല ഷേപ്പ് പല കളറിൽ മൂക്കും വായും കണ്ണും എല്ലാം വെച്ചിട്ട് അതെല്ലാം അങ്ങനെ കണ്ട അതെല്ലാം ഇങ്ങനെ ചെയ്ത് വെക്കുക. ഒരു മനുഷ്യരൂപങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. എന്തെല്ലാം സൈസിലുള്ള മൃഗങ്ങളും പട്ടിയും പൂച്ചയും മത്തങ്ങ കൊണ്ടുള്ള വെറൈറ്റികൾ കണ്ട് മടുത്ത് മക്കളെ. അപ്പച്ചൻ്റെ നിപ്പ് കണ്ടില്ലയോ? സ്കെൽറ്റനുകൾ എത്ര വെറൈറ്റി. അപ്പം ഞാൻ എന്തെല്ലാം ഷേപ്പിലാണ് കണ്ട് പേടിച്ചു പോയി കേട്ടോ. എന്തായാലും ഒന്നും പറയണ്ട എൻ്റെ മക്കളെ. ഏതായാലും മഴയാന്നേലും തണുപ്പാന്നേലും ഹാലോവിൻ ഡേക്ക് മുഴുവനും പോയി ചുറ്റിയിട്ട് വന്നു. ഇത് മുഴുവനും മാളിനകത്തെ സംഭവങ്ങളാണ് കേട്ടോ. ഇതിനകത്ത് പോയി അലറി കൂകി എല്ലാവരും കൂടെ ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ. ഇതിനകത്തൊരു മനുഷ്യൻ നിന്ന് തന്നെ മറ്റുള്ളവരെ പേടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അതും കണ്ടിട്ട് ഹാലോവിൻ ഡേയുടെ വിശേഷം ഇതൊക്കെ തന്നെയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.